പുതിയാപ്പള ഇറങ്ങുമ്പോ ഒരു ഡ്രസ്സ് ഇടാറുണ്ട്, നല്ല എല്ലാവരും എടുത്തോണ്ട് ഒരു കോട്ട്, അതും ലോണ, അതും വായ്പ വാങ്ങണം. 1000 റുപ്യ കൊടുത്താല് അതിന്റെ മുമ്പ് ഏതോ ഒരു കോന്തനെ കരട്ടുക, അതിന്റെ മുമ്പ് വേറെ ആരോ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ 33ാമത്തെ വട്ടാണ് ആ ഡ്രസ്സ് പുതിവണ്ണനുണ്ട് അങ്ങനത്തെ ഡ്രസ്സ് വാടക കിട്ടാൻ, പുതിയാപ്പളക്കുണ്ട് അങ്ങനത്തെ ഡ്രസ്സ് വാടക കിട്ടാൻ. ഫസ്റ്റ് ഒരു നിക്കാഹ് ഇറങ്ങുമ്പോ അപ്പളന്നെ വാടകയാണെങ്കിൽ പിന്നെ നിങ്ങൾ മൊത്തം വാടക, ചെമ്പ് വാടക, പ്ലേറ്റ് വാടക, പിന്നെ കസാല വാടക. എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒരു മണവാട്ടിന്റെ ഡ്രസ്സിന് ഏറ്റവും കുറഞ്ഞത് 15,000 റുപ്യാണ്. ആ ഒരു ഡ്രസ്സ് ഒരു കല്യാണത്തിന്റെ ആവശ്യത്തിന് വാങ്ങി അത് അലമാരയിൽ കൊണ്ടുപോയി വെക്കുന്നല്ലാതെ പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാ? ഇന്ന സ്ഥാനത്ത് ഇവിടെ 1000 റുപ്യക്ക് കിട്ടാനുണ്ടാവുമ്പോ ഒരു ദിവസത്തിന് നമ്മൾ ആഗ്രഹവും സാധിച്ച് പൈസ ലാഭിച്ച്, എത്രയോ നല്ല കാര്യല്ലേ ഇത്? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ പറയും മണവാട്ടി ഇങ്ങോട്ട് 15,000 റുപ്യന്റെ മുതലിടാതെ ഇങ്ങോട്ട് ഇറങ്ങൂലേ, പർദ്ദട്ട എന്താ മണവാട്ടി ആവൂലെന്ന്. ആരാണ് ഇന്നത്തെ കാലത്തൊക്കെ പർദ്ദട്ട ഇറങ്ങണത്? അങ്ങനെ പറയാണ്ടുണ്ടെങ്കിൽ ഈ കോഴി ബിരിയാണി തന്നെ കല്യാണത്തിന് കൊടുക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടാ? കഞ്ഞി വെച്ച് കളമ്പിയാ പോരെ, എന്താ ഇറങ്ങൂലേ? നീ നിക്കായി തന്നെ വാടക ആയി കഴിഞ്ഞാൽ ഇവിടുന്നാണ്ട് മൊത്തം വാടക ആവുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്വന്തമായിട്ട് പൈസ ഇറക്കി കല്യാണം കഴിച്ചവർക്ക് വരെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല. അതൊക്കെ ഓരോരുത്തരുടെ തലവര പോലെ ഇരിക്കും. പിന്നെ അതേമാതിരി അവനവന്റെ കല്യാണത്തിന് പ്ലേറ്റ്, ഗ്ലാസ്, ടേബിള്, കസാല ഇതൊക്കെ ആരാണ് സ്വന്തമായിട്ട് വാങ്ങി വെക്കണവരുള്ളത്? ഇതൊക്കെ വാടകയ്ക്ക് വാങ്ങേണ്ടത് തന്നെയല്ലേ? അല്ലെങ്കിൽ തന്നെ ഒരു ആണിന്റെ കല്യാണത്തിന് 4 ലക്ഷം റുപ്യാവും. ഇപ്പൊ ഇതെല്ലാം കൂടി അവൻ വാങ്ങി വരുമ്പോ 10-12 ലക്ഷം റുപ്യാവും. പണ്ടാറക്കാൻ കല്യാണം തന്നെ വേണ്ടത്.